നമസ്കാരം. വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ലെസണിലെ എക്സാമ്പിൾ 10 എക്സസൈസ് 10.3 ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസിൻ്റെ ഫോർമുലാസൊക്കെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ വായിച്ചു നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് ബി വിത്ത് മാഗ്നിറ്റ്യൂഡ് √3 and 2 റെസ്പെക്റ്റീവ്ലി ഹാവിങ് a.b=6. ആംഗിൾ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ = cos ഇൻവേഴ്സ് ഓഫ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ആണ്. ഇനി ഇവിടെ തന്നത് നോക്കാം. എ ഡോട്ട് ബി ഇവിടെ തന്നിട്ടുണ്ട് √6 ബൈ ഈ മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നതാണ് ഇവരുടെ മാഗ്നിറ്റ്യൂഡ്സ്. അവിടെ തന്നിട്ടുണ്ട് √3 and 2, ദെൻ √3 × 2. ഇതാണ് ആൻസർ. ഇത് വേണമെങ്കിൽ ഒന്ന് ഭംഗിയാക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് √6നെ √3 × √2 എന്ന് എഴുതാം. താഴെ √3 × 2 ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ √2 വരും. 1/√2 കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറയുന്നത് 45 ആണ്. അതായത് π/4. അങ്ങനെ വേണമെങ്കിൽ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഫൈൻ ആദ്യം വരെ ഈ ഇത്രയും എഴുതിയാലും കംപ്ലീറ്റ് ആണ്, മാർക്കൊക്കെ കിട്ടും. ഈ ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഇവിടേക്ക് എത്തേണ്ടി വരിക. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് i-2j + 3k ആൻഡ് 3i - 2j + k. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടറുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് a ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എനും മോഡുലസ് ഓഫ് വെക്ടർ ബി ആണ്. a ഡോട്ട് ബി കണ്ടുപിടിക്കണം. a ഡോട്ട് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? a1 b1 + a2 b2 + a3 b3. എന്താണ് ഈ a1 b1 എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെയുള്ള നമ്പേഴ്സ്. ഐയുടെ കൂടെ ഇവിടെ 1 ആണ്, ഇവിടുത്തെ ഐയുടെ കൂടെ 3 ആണ്. അപ്പോൾ 1 × 3 അതാണ് ആദ്യത്തേത് a1 b1 പ്ലസ് ജെയുടെ കൂടിയുള്ള -2 -2 -2 ൻ്റെ -2, പിന്നെ കെയുടെ കൂടിയുള്ള 3ഉം 1ഉം 3 × 1. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 10 കിട്ടും. ദെൻ മോഡുലസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ √(x² + y² + z²), അതായത് ഐയുടെ കൂടിയുള്ള ടേമിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടിയുള്ള ടേമിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ ടേമിൻ്റെ കൂടിയുള്ള സ്ക്വയർ. അതാണ് ഇവിടെ 1² + 2² + 3². ആ നെഗറ്റീവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, ഇവിടെ -2 ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ -2 ഇടുന്നില്ല. കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആകുന്നത് കൊണ്ടാണ് നെഗറ്റീവ് ഇടാത്തത്. ദെൻ അതുപോലെ മോഡുലസ് ഓഫ് വെക്ടർ ബി കാണുന്നു. √3² വെക്ടർ ബി ഇതാണ് 3, 2, 1. 3² + 2² + 1², അതും 14 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കോസ് ഇൻവേഴ്സ് ഓഫ് a ഡോട്ട് ബി = 10 കിട്ടി. 10/√14 × √14. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 10/√14 × √14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ 14 റൂട്ട് ഇല്ലാണ്ടാവും. ഇനിയിപ്പോൾ അതിൽ 2 കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 5ഉം ഇവിടെ 7ഉം, അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് 5/7. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ i - j ഓൺ ദി വെക്ടർ i + j. അപ്പോൾ i - jയുടെ a ഡോട്ട് ബി. അപ്പോൾ പ്രൊജക്ഷൻ കാണാനുള്ള ഫോർമുല ഇതാണ്, a ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. ഇനി പ്രൊജക്ഷൻ കാണാൻ a ഡോട്ട് ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ i - jയും i + j ആണ്. ഐയുടെ ടേമിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഐയുടെ കൂടെയുള്ളത് 1 ആണ്, ഇവിടെയും 1 ആണ്. പ്ലസ് ജെയുടെ കൂടെയുള്ളത് -1, ഇവിടെ 1, ഇതിൽ -1ഉം ഇവിടെ 1ഉം. കെയുടെ കൂടെ ആരുമില്ല, പിന്നെ അത് എഴുതണമെന്നില്ല. മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ബി, ഇത് എയും ഇത് ബിയും. അപ്പോൾ ഇതാണ് ബി. അപ്പോൾ അതിലെന്ത് വരും? 1² + 1², അതായത് √2. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ് വരിക. 0/√2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ i + 3j + 7k ഓൺ ദി വെക്ടർ 7i - j + 8k. നേരത്തെ കണ്ട പോലെ a ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ a ഡോട്ട് ബി കണ്ടുപിടിക്കാം. ഐയുടെ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 7 1 × 7 പ്ലസ് ജെയുടെ ടേം 3ഉം -1ഉം 3 × -1 പ്ലസ് കെയുടെ കൂടെയുള്ളത് 7ഉം 8ഉം 7 × 8. അപ്പോൾ എന്ത് വരും? 7 - 3 പ്ലസ് 56. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 16 ഉത്തരം കിട്ടും. ഇനി മോഡുലസ് ഓഫ് വെക്ടർ ബി = ബിയുടെ 7 - 3 4, 56 4 60, അങ്ങനെയാണ് വന്നത്. ബിയുടെ 7² + 1² + 8². അപ്പോൾ എന്ത് വരും? 49 + 1 + 64. അപ്പോൾ 50ഉം 64ഉം 4 11 114. നമുക്ക് ഒരു ഉത്തരത്തിൽ എഴുതാം. a ഡോട്ട് ബി = 60/√140. കണ്ടോ, ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് given 3 vectors show that each of the given vectors is unit vector. ഈ പറഞ്ഞിരിക്കുന്ന 3 യൂണിറ്റ് വെക്ടർ ആണെന്നാണ് ആദ്യം പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
ഓൾസോ ഷോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഒന്നുകൂടി കാണിക്കണം, രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നും കാണിക്കണം. അപ്പോൾ ഓരോ വെക്ടറുകൾക്കും എ ബി സി എന്ന് പേര് കൊടുത്തിട്ട് എഴുതാം. വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എഴുതാനുള്ള സൗകര്യത്തിനാണ്. യൂണിറ്റ് വെക്ടർ ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഐയുടെ കൂടിയുള്ള ആൾ എന്താണ്? 2/7, 2/7 സ്ക്വയർ, പിന്നെ 3/7 സ്ക്വയർ, പിന്നെ 6/7 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 2 × 2 4 പ്ലസ് 3 × 3 9 പ്ലസ് 6 × 6 36/7 സ്ക്വയർ. അപ്പോൾ എത്ര വരും? 36ഉം 4 40, 49/49. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതെന്തായി? എ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറായി. ഇനി അതുപോലെ വെക്ടർ ബി കാണാം. വെക്ടർ ബി കാണുമ്പോൾ എന്ത് വരും? 3/7 സ്ക്വയർ, ഇതാണ് വെക്ടർ ബി, പ്ലസ് 6/7 സ്ക്വയർ പ്ലസ് 2/7 സ്ക്വയർ. നേരത്തെ കണ്ട അതേ നമ്പറുകൾ തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണ് വരിക? 1 തന്നെ വരും. മുകളിൽ കണ്ടോ അതേ നമ്പറുകൾ തന്നെ റീഓർഡർ ചെയ്തിരിക്കുകയാണ്. മുകളിൽ വെക്ടർ സി കണ്ടോക്കാം. അതും 6/7 സ്ക്വയർ, 2/7 സ്ക്വയർ പ്ലസ് 3/7 സ്ക്വയർ. അതിൻ്റെ ആൻസർ എന്താണ് വരും? 1 വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂണിറ്റ് വെക്ടേഴ്സാണ്. അപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാനൊരു ചോദ്യം കൂടി ഉണ്ട്. ഓൾസോ ഷോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറയണം. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കാണണം. ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൾ ടു 0 എന്നാണ് മ്യൂച്വലി പെർപെൻഡിക്കുലറിൻ്റെ അർത്ഥം. അപ്പോൾ എ ഡോട്ട് ബി. അപ്പോൾ ഐയുടെ കൂടുതൽ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഇതിലിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എഴുതിയത് കാണില്ല. 2/7 × 3/7 പ്ലസ് ജെയുടെ കൂടുതൽ ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യാം. 3/7 × -6/7. കെയുടെ കൂടുതൽ ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 നിങ്ങൾക്ക് കാണാണ്ടല്ലോ. 3 പിന്നെ 6/7 × 2/7. കെയുടെ കൂടുതൽ ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/7 × 2/7. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 -18 പ്ലസ് 12/49. 0 ആണ്. കണ്ടോ? 12ഉം 6ഉം 18 ആണ്, -1 ആണ്, 0 ആണ്. ഇതുപോലെ വെക്ടർ ബി ഡോട്ട് വെക്ടർ എ സി എഴുതുക. അപ്പോൾ വെക്ടർ ബിയും വെക്ടർ സിയും കൂടി എഴുതുമ്പോൾ എന്തെന്നെ വരും? ഞാൻ ഇനി മുകൾ ഭാഗം നിങ്ങൾ നോട്ടിൽ നോക്കി ഡോട്ട് പ്രോഡക്റ്റ് കാണാം. 3/7 × -6/7 പ്ലസ് ബിയും ഡോട്ട് സിയും 3/7 × 6/7 പ്ലസ് -6/7 × 2/7 പ്ലസ് 2/7 × -3/7. അപ്പോൾ ഇത് രണ്ടും മൈനസ് വന്നു, ഇത് പ്ലസ് വന്നു. ദെൻ ഇത് 18 ആണ്, -12 -6/49. അപ്പോൾ അതും 0 ആണ്. അപ്പോൾ എ പെർപെൻഡിക്കുലർ ടു ബി ആയി, ബി പെർപെൻഡിക്കുലർ ടു സി ആയി. ഇനി ഒരെണ്ണം കൂടി കണ്ടാൽ മാത്രം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുള്ളൂ. എ പെർപെൻഡിക്കുലർ ടു സി ആവണം. അപ്പോൾ എയുടെയും കൂടി നോക്കാം. 2/7 × 6/7 പ്ലസ് 3/7 × 2/7 പ്ലസ് 6/7 × -3/7. അപ്പോൾ ഇവിടെ ഇത് 12 ആണ്, ഇത് 6 ആണ്, പക്ഷേ ബാക്കിയുള്ളത് 18 ആണ്. അപ്പോൾ അവിടെയും 0 ആണ്. അപ്പോൾ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇത് ഷോ ചെയ്യുക. ഇനി പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. മാഗ്നിറ്റ്യൂഡാണ് കണ്ടത്. ഇത് തമ്മിൽ 8 ആണ് ആൻഡ് ഇത് ഈക്വൽ ടു 8 ആണ്. അപ്പോൾ ഇത് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് മൈനസ് ബി പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് മൈനസ് ബി ഈക്വൽ ടു 8. അപ്പോൾ അതായത് ഇത് മോഡുലസ് ഓഫ് വെക്ടർ എ സ്ക്വയർ. ഇവിടെ എ ഡോട്ട് ബി മൈനസ് ഉണ്ട്, ഇവിടെ ബി ഡോട്ട് എ പ്ലസ് ആണ്. അപ്പോൾ ഇത് ക്യാൻസലായി പോകും. ഇവിടെ മൈനസ് മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ ഈക്വൽ ടു 8. അതായത് മോഡുലസ് ഓഫ് വെക്ടർ എ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ ഈക്വൽ ടു 8. പക്ഷേ ഇവരിവിടെ തന്നിട്ട് വെക്ടർ എ ഈക്വൽ ടു 8 × വെക്ടർ ബി ആണ്. അപ്പോൾ എയുടെ സ്ഥലത്ത് ഇത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 8 × മോഡുലസ് ഓഫ് വെക്ടർ ബി ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ ഇത് വെക്ടർ ഉണ്ട് കേട്ടോ, മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ 8ൻ്റെ അവിടെ എത്ര വരും? 64 മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ മൈനസ് വെക്ടർ ബി സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ 64ൽ നിന്ന് ഒരെണ്ണം കുറച്ച് എത്ര വരും? 63 മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8/63. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? √8/63. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 × മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ √8/63. അപ്പോൾ ഇങ്ങനെയാണ്
ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. ഇവാലുവേറ്റ് ദ പ്രോഡക്റ്റ് 3 vector A minus 5 vector B into 2 vector A plus 7 vector B. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 vector A ഇൻറ്റു ഡെലിംഗൻ ഡോട്ട് 2 vector A പ്ലസ് 3 vector A ഡോട്ട് 7 vector B. 3 vector A ഉണ്ട്, ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് minus 5 vector B ഇൻറ്റു 2 vector A പ്ലസ് minus 5 vector B ഇൻറ്റു 7 vector B. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 6 ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ എ സ്ക്വയർ, ഇവിടെ എത്ര വരും? 3 ഇൻറ്റു 7 21 എ ഡോട്ട് ബി മൈനസ് 10 ബി ഡോട്ട് എ മൈനസ് 35 മോഡുലസ് ഓഫ് വെക്റ്റർ ബി സ്ക്വയർ. എന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം, വേറെ ഒന്നും എഴുതാനില്ല. അല്ലെങ്കിൽ ഇതൊരു പ്രാവശ്യം കൂടി എഴുതിയിട്ട് ഇവിടെ പ്ലസ് 21 മൈനസ് 10 ആയതുകൊണ്ട് 11 എ ഡോട്ട് ബി നേടാം. ഇങ്ങനെ എഴുതാം. കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 vectors വെക്റ്റർ എ ആൻഡ് ബി. എയും ബിയുടെയും മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്, എയും ബിയുടെയും. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ്? മോഡുലസ് ഓഫ് വെക്റ്റർ എ ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ ബി, സെയിം മാഗ്നിറ്റ്യൂഡാണ്. എന്ന് സച്ച് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദം, അപ്പോൾ തീറ്റ ഈക്വൽ ടു 60. അതായത് കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? കോസ് തീറ്റ ഈക്വൽ ടു കോസിൻ്റെ കോസ് 60 വരും. കോസ് 60 എന്ന് പറഞ്ഞാൽ 60യുടെ അഡ്ജസൻറ്റ് സൈഡ് 1/2. ഇനി സച്ച് ദാറ്റ് ദെയർ സ്കേലാർ പ്രോഡക്റ്റ് ഈസ് ഹാഫ് എ ഡോട്ട് ബി ഈക്വൽ ടു 1/2. നമുക്കറിയാം കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ ബി. കോസ് തീറ്റയുടെ സ്ഥലത്ത് നമുക്ക് 1/2 കൊടുക്കാം, എ ഡോട്ട് ബിയുടെ സ്ഥലത്തും 1/2 കൊടുക്കാം. ഇത് രണ്ടും സെയിം ആയ കാരണം മോഡുലസ് ഓഫ് വെക്റ്റർ എ സ്ക്വയറിന് കൊടുക്കാം. അപ്പോൾ ഇതിനി അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മോഡുലസ് ഓഫ് വെക്റ്റർ എ സ്ക്വയർ ഈക്വൽ ടു ഈ രണ്ട് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 1/2 ഇൻറ്റു 2 ഈക്വൽ ടു 1. അപ്പോൾ മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ ബി. യൂണിറ്റ് വെക്റ്റേഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഇഫ് ഫോർ എ യൂണിറ്റ് വെക്റ്റർ വെക്റ്റർ എ. അപ്പോൾ എ വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് അവർ തന്നു കഴിഞ്ഞു. എക്സ് പ്ലസ് എ ഡോട്ട് എക്സ് മൈനസ് എ, ഇത് മൈനസ് ആണ് കേട്ടോ. എക്സ് മൈനസ് എ ഡോട്ട് എക്സ് പ്ലസ് എ ഈക്വൽ ടു 12. അപ്പോൾ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് മോഡുലസ് വെക്റ്റർ എക്സ് ഡോട്ട് വെക്റ്റർ എക്സ് പ്ലസ് എക്സ് ഡോട്ട് വെക്റ്റർ എ പ്ലസ് മൈനസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എക്സ് പ്ലസ് മൈനസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ ഈക്വൽ ടു 12. എന്താ ചെയ്തത്? നേരത്തെ ചെയ്ത പോലെ എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എ മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എ. അപ്പം ഇവിടെ മോഡുലസ് ഓഫ് വെക്റ്റർ എക്സ് സ്ക്വയർ എക്സ് ഡോട്ട് എ മൈനസ് എ ഡോട്ട് എക്സ്, ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. ഇവിടെ മൈനസ് ഓഫ് മോഡുലസ് ഓഫ് വെക്റ്റർ എ സ്ക്വയർ ഈക്വൽ ടു 12. അപ്പോൾ ഇത് ഈക്വൽ ടു 1 ആണ്, അപ്പോൾ അത് 1 കൊടുക്കാം. മോഡുലസ് ഓഫ് വെക്റ്റർ എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 12. ദെൻ മോഡുലസ് ഓഫ് വെക്റ്റർ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 13. മോഡുലസ് ഓഫ് വെക്റ്റർ എക്സ് ഈക്വൽ ടു √30. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുക. ഇനി 10ാമത്തെ പ്രോബ്ലം നോക്കാം. ഇഫ് വെക്റ്റർ എ വെക്റ്റർ ബി, എയും ബിയും തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട് 3i പ്ലസ് ജെ ആൻഡ് സച്ച് ദാറ്റ് എ പ്ലസ് ലാംഡ ബി ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ സി. എ പ്ലസ് ലാംഡ ബി പെർപെൻഡിക്കുലർ ടു വെക്റ്റർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 വരും. ഇനി എ പ്ലസ് ലാംഡ ബി കണ്ടുപോയി ഒന്ന് പിടിച്ചു നോക്കാം. എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എന്താ വരിക? 2i പ്ലസ് 2j പ്ലസ് 3k. ഇതാണ് വെക്റ്റർ എ. പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് i പ്ലസ് 2j പ്ലസ് k ഡോട്ട് വെക്റ്റർ സി 3i പ്ലസ് j ഈക്വൽ ടു 0. അതായത് സ്ഥലത്ത് ആൾക്കാരെ കൊടുത്തു. ഇത് ആഡ് ചെയ്ത് നോക്കി നോക്കാം. ഐയുടെ ടേം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 മൈനസ് ലാംഡ ഇൻറ്റു ഐ. എങ്ങനെ കിട്ടിയത്? ലാംഡ ഇൻറ്റു മൈനസ് ഐ എന്ന് പറയുമ്പോൾ മൈനസ് ലാംഡ, ഐയുടെ കൂടിയുള്ള ലാംഡയാണ്. അപ്പോൾ 2 മൈനസ് ലാംഡ. അടുത്തത് എന്ത് വരും? 2 ലാംഡ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ലാംഡ, 2 പ്ലസ് 2 ലാംഡ ഇൻറ്റു ജെ. ഇനി കെയുടെ 3 പ്ലസ് ലാംഡ ഇൻറ്റു കെ ഡോട്ട് 3i പ്ലസ് ജെ ഈക്വൽ ടു 0. ഇനി ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു നോക്കാം. ഐയുടെ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 മൈനസ് ലാംഡ ഇൻറ്റു 3 പ്ലസ് ജെയുടെ ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 പ്ലസ് 2 ലാംഡ ഇൻറ്റു 1. കെയുടെ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
3 പ്ലസ് ലാംഡ ഇൻറ്റു 0 ഈക്വൽ ടു 0. കാരണം ഇവിടെ കെയർ ടേം ഇല്ല, അതുകൊണ്ടാണ് 0 വന്നത്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ലാംഡയ്ക്ക് ഇക്വേറ്റ് ചെയ്യാം. 6 മൈനസ് 3 ലാംഡ പ്ലസ് 2 പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8 മൈനസ് ലാംഡ മൈനസ് 3 ലാംഡ പ്ലസ് 2 ലാംഡ മൈനസ് ലാംഡ, therefore ലാംഡ ഈക്വൽ ടു 8. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. ഷോ ദാറ്റ് മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു ബി പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു എ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ്. പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ എന്ത് എഴുതണം? ഡോട്ട് പ്രോഡക്റ്റ് കാണണം. ഇൻറ്റു ബി പ്ലസ് ഡോട്ട് ആദ്യം തന്ന വെക്ടർ എഴുതി, പിന്നെ രണ്ടാമത്തെ വെക്ടർ എഴുതി. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് കണ്ടുവെക്കാം. ഇത് കാണണമെങ്കിൽ അങ്ങനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ആദ്യത്തെ എഴുതി വെക്കാം. ആദ്യത്തെ മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു ഈ ആൾ എഴുതി, ഇനി ഞാൻ ഈ ആൾ എഴുതും. ഡോട്ട് മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് വെക്ടർ വെറുതെ വെക്ടർ ബി. ഇനി ഇതും എഴുതും. പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു, ശ്രദ്ധിച്ച് എഴുതണം, ഒരേപോലത്തെ ആൾക്കാരാണ്. ഡോട്ട് വെക്ടർ എ പ്ലസ് ഇനി ഇതും എഴുതും. മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ ഡോട്ട് സോ വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി. ഇനി ലാസ്റ്റത്തെ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ ഡോട്ട് മൈനസ് ഓഫ് മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു വെക്ടർ എ. ഇനി നമുക്ക് നോക്കാം ബി ഡോട്ട് ബി. ഇതിൽ എ ഡോട്ട് എ അത് കോൺസ്റ്റൻ്റ് ആണ്. രണ്ടിലും എ ഉണ്ട്. അപ്പോൾ ഓരോന്നിലത്തെയും എ പുറത്തേക്ക് വരും. അപ്പോൾ എ രണ്ടെണ്ണം വന്നാൽ മോഡുലസ് ഓഫ് വെക്ടർ എ സ്ക്വയർ. ഈ ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതും മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ ആണ്. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇവിടെ മോഡുലസ് ഓഫ് വെക്ടർ എയും ഉണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ ബിയും ഉണ്ട്, പിന്നെ മൈനസ് ഓഫ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ ഉണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ മോഡുലസ് ഓഫ് വെക്ടർ ബി ഉണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ എ ഉണ്ട്. സ്കേലർ ആയി കാരണം അതിന് പുറത്തേക്ക് എടുക്കുന്നതാണ്. എ ഡോട്ട് ബി ഉണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ മൈനസ് ബി ഡോട്ട്, ഇവിടെ എ ഡോട്ട് ബി. ഒരേ ആൾക്കാരാണ് എൻ്റെ കോമൺ പുറത്തേക്ക്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി, 0 ആയി. ദെൻ പ്ലസ് ഇവിടെ മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ, ഇവിടെ മൈനസ് ഉണ്ട്, കണ്ടു. അപ്പോൾ അതാണ് ഈ ടേമിന് എന്തായി? മൈനസ് ആയി. എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്ടർ എ സ്ക്വയർ. വെക്ടർ ബി മോഡുലസ് രണ്ടെണ്ണം പുറത്തേക്ക് വരുമ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ ബി സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, പ്ലസും മൈനസും. അപ്പോൾ അതും ക്യാൻസൽ ചെയ്ത് പോയി, 0. അപ്പോൾ അത് നമുക്ക് എന്ത് എഴുതാം? ദേ ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ അവിടെ എഴുതണം therefore these vectors are perpendicular. അങ്ങനെ അവസാനിപ്പിക്കണം. അടുത്ത് നോക്കാം. ഇഫ് എ ഡോട്ട് എ ഈക്വൽ 0 ആൻഡ് ബി എ ഡോട്ട് ബി ഈക്വൽ 0. എ ഡോട്ട് എയും 0 ആണ്, എ ഡോട്ട് ബിയും 0 ആണ്. എ ഡോട്ട് എ 0 എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് വെക്ടർ എ സ്ക്വയർ ഈക്വൽ 0. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. therefore വെക്ടർ എ ഈസ് 0 വെക്ടർ. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ വാട്ട് ക്യാൻ ബി കൺക്ലൂഡ് അബൌട്ട് വെക്ടർ ബി? അപ്പോൾ എ 0 ആണെങ്കിൽ പിന്നെ എ ഡോട്ട് ബി 0 ആയിക്കൂടെ? therefore ബി ക്യാൻ ബി, ബി എന്തായാലും കുഴപ്പമില്ല, ക്യാൻ ബി എനി വെക്ടർ. ഇതാണ് എനി വെക്ടർ. ഓക്കെ, ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ബി ഏത് വെക്ടറും വേണമെങ്കിലും ആവാം, കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A, B, C are unit vectors such that vector A plus vector B plus vector C equal to 0. Find the value of this. Unit vectors ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ എന്ത് ചെയ്താം? മോഡുലസ് ഓഫ് വെക്ടർ A equal to മോഡുലസ് ഓഫ് വെക്ടർ B equal to മോഡുലസ് ഓഫ് വെക്ടർ C equal to 1. യൂണിറ്റ് വെക്ടർ ആയ കാരണം. ഇനി ഇത് ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ A പ്ലസ് B പ്ലസ് C ഓൾ സ്ക്വയർ ഈക്വൽ ടു 0. സ്ക്വയർ കാണാൻ പോവാം. സ്ക്വയർ കാണുമ്പോൾ എന്ത് വരും? A ഇൻറ്റു A മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. അതായത് എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഈക്വൽ 0 നമുക്ക് മനസ്സിലായി. ഇതാണ് ഈ ഡോട്ട് പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എ ഡോട്ട് എ അത് വന്നു, പ്ലസ് ഇനി എ ഡോട്ട് ബി, പിന്നെ എ ഡോട്ട് സി, ദെൻ ബി ഡോട്ട് എ, ബി വെച്ചിട്ട് മൂന്നാലും പറയാം, ബി ഡോട്ട് ബി, ദെൻ ബി ഡോട്ട് സി, ദെൻ സി വെച്ച് എഴുതണം, സി ഡോട്ട് എ, സി ഡോട്ട് ബി, സി ഡോട്ട് സി ഈക്വൽ ടു 0. ഇനി എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എ സ്ക്വയർ. എ ഡോട്ട് ബി ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട്, ബി ഡോട്ട് എ, അപ്പോൾ 2 എ ഡോട്ട് ബി, 2 എ ഡോട്ട് സി ഉണ്ട്, സി ഡോട്ട് എയും എ ഡോട്ട് സിയും സെയിം ആയതുകൊണ്ട് 2 എ ഡോട്ട് സി. ഇനി 2 എ ഡോട്ട് എയിലല്ലോ ബി ഡോട്ട് സിയും ഉണ്ട്.
ഇനി അതല്ലാണ്ട് ബി ഡോട്ട് ബി ഉണ്ട്. അപ്പോൾ മോഡുലസ് ഓഫ് വെക്റ്റർ ബി സ്ക്വയർ, സി ഡോട്ട് സി ഉണ്ട്, മോഡുലസ് ഓഫ് വെക്റ്റർ സി സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇതൊക്കെ ഒന്നാണ്, ഇതൊന്നാണ്, ഇതൊന്നാണ്, ഇതൊന്നാണ്. അപ്പോൾ അതെല്ലാം കൂടുമ്പോൾ 3 പ്ലസ് ഇത് 2 കോമൺ ആണ്, എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി പ്ലസ് ബി ഡോട്ട് സി ഈക്വൽ ടു 0. അപ്പോൾ 3 ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ -3 വരും, 2 ഇപ്പുറത്തേക്ക് ഇട്ടാൽ /2 വരും. അപ്പോൾ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -3/2. താഴെ എഴുതണം കേട്ടോ, ഇത് സ്ഥലത്തിൽ തന്നെ ഞാൻ മുകളിൽ എഴുതിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഐദർ വെക്റ്റർ എ ഈക്വൽ 0 ഓർ ബി ഈക്വൽ 0 then എ ഡോട്ട് ബി ഈക്വൽ 0. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയാൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. ബട്ട് ദ കോൺവേഴ്സ് നീ ഡോട്ട് ബി ട്രൂ, ജസ്റ്റിഫൈ യുവർ ആൻസർ. എ ഡോട്ട് ബി 0 ആവണമെങ്കിൽ എയും ബിയും 0 ആവണമെന്നില്ല. വേണ്ട, എയും ബിയും പെർപെൻഡിക്കുലർ ആയാൽ മതി. അപ്പോൾ അതിന് നമുക്കറിയാലോ, എ ഡോട്ട് ബി ഈക്വൽ ടു വെക്റ്റർ എ ഈക്വൽ ടു വെക്റ്റർ ബി ഈക്വൽ ടു ഏതൊക്കെ വെക്റ്റേഴ്സ് വേണം, നോൺ സീറോ അല്ലാത്തത്. ഇവിടെ i പ്ലസ് ജെ പ്ലസ് 2k ആണെന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് മൈനസ്, ഇനി ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരണം. അപ്പോൾ 2i, അപ്പോൾ എന്ത് വരും? 1 × 2 പ്ലസ്, അപ്പോൾ ഇവിടെ 2 വന്നിട്ടോ. ഇനി പ്ലസ് ജെ, അപ്പോൾ 1 × 1 ഈക്വൽ ടു 1. അപ്പോൾ 2 1 3 വരുന്നത്. 3 വരാനായിട്ട് നമുക്ക് ഇവിടെ ഒരു മൈനസ് ഇട്ടാൽ ശരിയാവില്ല, അല്ലല്ലോ. ഇനി നമുക്ക് ഇവിടെ എത്ര വരും? പ്ലസ് കെ ഇട്ടാൽ പ്ലസ് 1 കൂടിയേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തുടക്കത്തിലൊരു മൈനസ് ഇടാം, ഇവിടെ ഒരു മൈനസ് ഇടാം. അപ്പോൾ എന്തായി? ഇവിടെ മൈനസ് ആയി. അപ്പോൾ -2 + 1 ഈക്വൽ ടു 0. അല്ല, ഇവിടെ 2 ഉണ്ട്, 2 ആണ് വരുന്നത്, 2. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 1 ആക്കിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും നോൺ സീറോ വെക്റ്റേഴ്സാണ്. പക്ഷേ ഡോട്ട് പ്രോഡക്റ്റ് എന്ത് വരും? 1 × -2 1 × -2 ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതാണ് രണ്ട് നോൺ സീറോ വെക്റ്റേഴ്സ്. ഇഫ് എ ബി സി ആർ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആർ ഇതാണ് വെർട്ടിസസ് റെസ്പെക്റ്റീവ്ലി, ദെൻ ഫൈൻഡ് ആംഗിൾ എ ബി സി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ആദ്യം എ ബി കാണാം. എ ബി കാണുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ചെയ്യാം. എ ബി സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി സി കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എ ബി സി. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് ബി സി കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി ഈക്വൽ ടു ഒ ബി മൈനസ് ഒ എ. അതായത് ബിയിൽ നിന്ന് എ കുറയ്ക്കണം. അപ്പോൾ ഇത് എ ബി ആണെങ്കിൽ വെച്ചാൽ -1 -2i. ഇനി 0 -2 -2j, 0 -3 -3k. ഇനിയിപ്പോൾ ആംഗിൾ ബി സി വേണം. ആംഗിൾ ബി സി എന്ന് പറയുന്നത് എന്ത് വരും? ബിയും സിയും, ബി സി. ഇപ്പോൾ 0 - -1 1ആയി. 1 + 1 - 0 1j പ്ലസ് 2 - 0 + 2k. ഇനി ഇവർ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ഇതിൻ്റെ ആംഗിൾ കാണണമെന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. അതായത് വെക്റ്റർ എ ബി ഡോട്ട് വെക്റ്റർ ബി സി കാണണം. മോഡുലസ് ഓഫ് വെക്റ്റർ എ ബി കാണണം. മോഡുലസ് ഓഫ് വെക്റ്റർ ബി സി കാണണം. മോഡുലസ് ഓഫ് വെക്റ്റർ എ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2ൻ്റെ സ്ക്വയർ 4 + 4 + 9. ഈ നമ്പറുകളുടെ സ്ക്വയറുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 4 8 9 17. വെക്റ്റർ ബി സിയുടെ സ്ക്വയർ എന്ത് വരും? 1 + 1 + 4. അപ്പോൾ എന്ത് വരും? 6. ദെൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. -2 × 1 + -2 × 1 + -3 × 2. കാൽക്കുലേഷനിൽ തെറ്റണമെന്ന് അറിയില്ല, ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. കാൽക്കുലേഷനിൽ എന്തെങ്കിലും തെറ്റണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. -2 -2 -6. 6 7 8 9 10 -10. അപ്പോൾ ആംഗിൾ എഴുതാം. θ ഈക്വൽ ടു cos ഇൻവേഴ്സ് ഓഫ് -10/√17 × √6. കണ്ടോ? ചെറിയ കാൽക്കുലേഷൻ തെറ്റുണ്ടോയെന്ന് അറിയണില്ല, പരിചയം വേണ്ടില്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ പോയിൻറ്റ്സ് ആർ കൊളീനിയർ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. ഓരോ 3 പോയിൻറ്റ്സ് തന്നിട്ട് 3 പോയിൻറ്റിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. x2 - x1² y2 - y1² z2 - z1² കണ്ടാലും മാഗ്നിറ്റ്യൂഡ് കിട്ടും. മാഗ്നിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ രണ്ട് മാഗ്നിറ്റ്യൂഡ് കൂട്ടുമ്പോൾ മൂന്നാമത്തെ മാഗ്നിറ്റ്യൂഡ് കിട്ടണം. അതായത് √33 + √33 എന്ന് പറയുന്നത് 2√33 ആണ്. അതായത് എ ബി + ബി സി ഈക്വൽ ടു എ സി ആണ്. അപ്പോൾ എന്താണ്? therefore they are collinear. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എ ബി സി ആർ കൊളീനിയർ എന്ന് പറയാം. അടുത്തത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 3 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദ വെക്റ്റേഴ്സ്, ഈ 3 വെക്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്, ആർ ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ.
റൈറ്റ് ട്രയാങ്കിളുടെ വെർട്ടിസസ് ആണെന്നാണ് പറയുന്നത്, കോർണേഴ്സ്. അപ്പോൾ ഇതൊക്കെ പൊസിഷൻ വെക്റ്റേഴ്സാണ്. അതായത് ആദ്യത്തേത് വെക്റ്റർ OA, പിന്നത്തേത് വെക്റ്റർ OB, പിന്നത്തേത് വെക്റ്റർ OC. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സൈഡുകൾ കാണണം. ഇതിപ്പോൾ ഓരോ പൊസിഷൻ വെക്റ്റേഴ്സാണ്. ഇനി അതിൻ്റെ സൈഡുകൾ കാണാൻ AB. ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ സൈഡുകൾ കണ്ടുപിടിച്ചിട്ട് ഡോട്ട് പ്രോഡക്റ്റ് കാണാം, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം മുകളിൽ AB കാണാനായിട്ട് എന്ത് ചെയ്യണം, OB മൈനസ് OA, അതായത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ വെക്റ്റർ കിട്ടും. അങ്ങനെ BC കാണാൻ എന്ത് ചെയ്യും, OC മൈനസ് OB. അപ്പോൾ ഈ OCയിൽ നിന്ന് 3 മൈനസ് 1 2, -4 മൈനസ് -3 -1, -4 -5 പ്ലസ് 1. ഇനി മോളുസ വെക്റ്റർ AB, മോളുസ വെക്റ്റർ BC കാണണം, അതുപോലെ ACയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ചെറിയ രണ്ട് വെക്റ്ററുകളുടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കിയാൽ 9 ഹോൾ സ്ക്വയർ √19 ഹോൾ സ്ക്വയർ ഈക്വൽ എന്ത് കിട്ടും, 9 + 19. 21 വന്നില്ലല്ലോ, √21 ആണ് വരേണ്ടത്, 20 21 3 വരേണ്ടത്. അപ്പോൾ ഇതിലെന്തിനാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കിട്ടണം, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിലെന്താ കറക്ഷൻ വന്നിരിക്കുന്നത് നോക്കണം. അതുപോട്ടെ. ഇനി ഇതിലൊരു ക്വസ്റ്റ്യനും കൂടിയാണുള്ളത്. ഇഫ് വെക്റ്റർ ഈസ് എ നോൺ സീറോ സ്കെയിലാർ വെക്റ്റർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എ ആൻഡ് ലാംഡ, എ നോൺ സീറോ സ്കെയിലാർ സച്ച് ദാറ്റ് ലാംഡ ഇൻറ്റു വെക്റ്റർ ഈസ് എ യൂണിറ്റ് വെക്റ്റർ. എയുടെ മാഗ്നിറ്റ്യൂഡ് A ആണ്, അങ്ങനെ ഈ ലാംഡ ഇൻറ്റു വെക്റ്റർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്റർ ആണ്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ആക്കാൻ എന്ത് ചെയ്യണം, ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/A ആയിരിക്കും. ലാംഡ ഈക്വൽ ടു 1/A. അപ്പോഴാണ് 1/A ഇൻറ്റു മോളുസ വെക്റ്റർ ചെയ്യുമ്പോൾ അത് ഈക്വൽ ടു 1 കിട്ടുന്നത്. ഓക്കെ നമ്മൾ ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്തൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതായത് 5 - 1 ഞാനിവിടെ 4 എന്നാണ് എഴുതിയിരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ -5 - 1 ഇവിടെ 4 എന്നാണ് എഴുതിയിരുന്നത്. 4 അല്ല, അത് 6 ആണ്. -5ൽ നിന്നും -1 കുറയ്ക്കുമ്പോൾ -6 വരിക. അപ്പോൾ 6 × 6 36 വരും. അപ്പോൾ ഇത് 41 ആയി. അപ്പോൾ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ വരുന്നത് ഇവിടെ 6 ആണ്. സോ ഇറ്റ് ഈസ് 41. അതുപോലെ ഇവിടെയും ചെറിയൊരു കറക്ഷൻ ആയിരുന്നു. ഇവിടെ പ്ലസ് ആയിരുന്നു. 5 - 1 എന്ന് പറയുന്നത് OC. ഇതിൽ വരുന്നത് 4 - 1 എന്ന് പറയുമ്പോൾ -4 - 1 എന്ന് പറയുമ്പോൾ -5 ആണ്. 25 വരും. സോ ദിറ്റ് ഈസ് 35. അപ്പോൾ ചെറിയ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ √35 സ്ക്വയർ പ്ലസ് √6 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, 35 + 6 ഈക്വൽ ടു √4 സ്ക്വയർ അല്ല 41. അതായത് എന്ത് വന്നു, മോഡുലസ് ഓഫ് വെക്റ്റർ AB സ്ക്വയർ. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് കംപ്ലീറ്റ് ആക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് വെക്റ്റർ. നന്നായി പഠിക്കാം. താങ്ക് യു.